നെക്സ്റ്റ് പാസ് എങ്ങനെയാണ്? 2 4 കമ്പയർ ചെയ്തു, 4 5 കമ്പയർ ചെയ്തു, 5 7 കമ്പയർ ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം സോർട്ടഡ് ആണ് അല്ലേ? ഇപ്പോൾ നമ്മുടെ ലിസ്റ്റ് കംപ്ലീറ്റ് സോർട്ടഡ് ആണ് എങ്കിൽ പോലും നമ്മുടെ അൽഗോരിതം ശരിക്കും ഇവിടെ സ്റ്റോപ്പ് ആവില്ല. നമുക്കറിയാം ഇതെല്ലാം കറക്റ്റ് ഓർഡറിലാണെന്ന്, എന്നാൽ നമ്മുടെ അൽഗോരിതം ഇവിടെ സ്റ്റോപ്പ് ആകുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? അൽഗോരിതത്തിന് അറിയില്ല ഇത് സോർട്ടഡ് ഓർഡർ ആണോ അല്ലയോ എന്നുള്ളത്. ഇതിങ്ങനെ ലാസ്റ്റ് പാസ് വരെയും, ലാസ്റ്റ് പാസ് എന്ന് പറഞ്ഞാൽ ഈ 2 പൊസിഷൻ മാത്രം വരുന്നവരെ, ബാക്കിയെല്ലാം ഫിക്സ് ആകുന്നത് വരെ ഇത് കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു പാസ് കഴിഞ്ഞു. ഈ ഒരു പാസ് കഴിയുമ്പോൾ 7 കൂടെ ഫിക്സ് ആവും. എന്നിട്ട് അത് ആ പാസ് കഴിഞ്ഞു. ഇനി അടുത്ത പാസ്സിൽ ഏതൊക്കെയാണ്? 2ഉം 4ഉം കമ്പയർ ചെയ്യും. അടുത്ത പാസ് ഞാൻ എഴുതുകയാണ്. 7 8 13 16 19 ഇതുവരെ ഫിക്സായി. എന്നിട്ട് 2 4 കമ്പയർ ചെയ്യും, 4 5 കമ്പയർ ചെയ്യും. ഓർഡറിലാണ്. അപ്പോൾ വീണ്ടും അടുത്ത പാസ്സാണ്. അടുത്ത പാസ് കഴിഞ്ഞു. ഇനി അടുത്ത് വീണ്ടും എന്താ ചെക്ക് ചെയ്യുന്നത്? സെയിം തന്നെ. 2 4 5 7 8 13 16 19. ഇപ്പോൾ ഈ പാസ് കഴിയുമ്പോൾ 5ഉം കൂടെ ഫിക്സായി. അടുത്ത് 2 4 കമ്പയർ ചെയ്യും. 2 4 ഓർഡറിലാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഈ പാസ് കൂടെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ നോക്കിയേ, നമുക്ക് എത്ര പാസ് കഴിഞ്ഞു? 7 പാസ് കഴിഞ്ഞു. ടോട്ടൽ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് 8 ആണെങ്കിൽ 7, അതായത് 8 - 1 7 നമ്പർ ഓഫ് പാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സോർട്ട് ആകുള്ളൂ. എക്സ്ട്രീം എൻസിൽ, അതായത് വേർസ്റ്റ് കേസ് എന്ന് പറയും. അതായത് നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ലിസ്റ്റ് ഒരു ഡിസെൻഡിങ് ഓർഡറിൽ തന്നിട്ട് അസെൻഡിങ് ഓർഡറിൽ ചെയ്യാൻ പറയുമ്പോഴാണ് വെസ്റ്റ് കേസ് സംഭവിക്കുന്നത്. അതായത് ഈ 7 പാസ്സും ഉണ്ടെങ്കിലേ കറക്റ്റ് ആവുള്ളൂ. നമുക്കിപ്പോൾ 7 പാസ് വേണ്ടിയിരുന്നില്ല അല്ലേ? എത്ര പാസ് കഴിഞ്ഞ് 5 പാസ് കഴിയുമ്പോൾ തന്നെ കറക്റ്റ് ആയി. ഈ 2 പാസിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മുടെ അൽഗോരിതം, ബബിൾ സോർട്ടിൻ്റെ ബേസിക് അൽഗോരിതം എന്ന് പറയുന്നത് ഇവിടെ സ്റ്റോപ്പ് ആകില്ല, ബാക്കിയും കൂടെ ചെയ്തിട്ടേ സ്റ്റോപ്പ് ആവുള്ളൂ. ഓക്കെ.